എല്ലാവർക്കും നമസ്തേ. ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രം കോട്ടയം എല്ലാ വ്യാഴാഴ്ച തോറും നടത്തിവരുന്ന ഗുരുവാര പാഠശാലയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഗുരുധ്യാനം ചൊല്ലുന്നതിനായി ശ്രീ ജയ്മോൻ സിയാർ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇന്ന് വ്യാഴാഴ്ച നടക്കുന്ന ഈ ഗുരുവാര പാഠശാലയിൽ ഇന്ന് നമ്മൾ പഠനം നടത്തുന്നത് ശ്രീനാരായണ ഗുരുസ്വാമി തൃപാദങ്ങളുടെ ഗൃഹസ്ഥ ശിഷ്യന്മാരിൽ പ്രധാനിയായ ശ്രീ ടി കെ മാധവനെ കുറിച്ചാണ്. ടി കെ മാധവനെ കുറിച്ച് നമുക്ക് ക്ലാസ് എടുക്കുന്നത് ശ്രീ വി എം ശശി സാറാണ്. സാറിനെ ഏറെ ഹൃദയത്തോടെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശശി സാർ, നമസ്തേ സാർ. ടി കെ മാധവനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു കാര്യം, കേൾക്കാമോ പറയുന്നത്? കേൾക്കാം സാർ, വ്യക്തമായിട്ട് കേൾക്കാം. SNDP യോഗത്തിന്റെ ഒരു സമരനായകൻ എന്ന ഒരാളിനെ സംബോധന ചെയ്യാമെങ്കിൽ അത് ടി കെ മാധവനെയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം ഉടനീളം നമ്മൾ പരിശോധിച്ചാൽ, അല്ലെങ്കിൽ ജീവിത കാലഘട്ടം ഉടനീളം പരിശോധിച്ചാൽ, SNDP യോഗത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നടത്തിയ സമരങ്ങളുടെ ചരിത്രം തന്നെയാണുള്ളത്. ദൗർഭാഗ്യവശാൽ അധികകാലം അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിഞ്ഞില്ല. 45 വയസ്സ് വരെ മാത്രമേ ജീവിക്കാൻ അദ്ദേഹത്തിന് ദൈവം അനുഗ്രഹിച്ചുള്ളൂ. അദ്ദേഹം ജനിച്ചത് 1885-ലാണ്. 1885-ന് ഒരു പ്രത്യേകത ഉണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു പക്ഷേ. 1885-ലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രാധാന്യം കൂടി ആ വർഷത്തിലുണ്ട്, ടി കെ മാധവന്റെ ജന്മവർഷത്തിന്. ഇവിടെ അദ്ദേഹം ജനിക്കുന്നത്, അദ്ദേഹത്തിന്റെ അച്ഛൻ എന്ന് പറയുന്നത് ഒരു സമ്പന്ന കുടുംബത്തിൽപ്പെട്ട ആളാണ്. സമ്പന്ന കുടുംബം എന്ന് പറഞ്ഞാൽ ആലുംമൂട്ടി ചാന്നാന്മാരെന്ന് കേട്ടിട്ടുണ്ടാവും. ആ ആലുംമൂട്ടി ചാന്നാന്മാരുടെ സവിശേഷത, അക്കാലത്ത് രാജഭരണ കാലഘട്ടത്തിൽ ആദ്യമായി ഒരു കാറ് വാങ്ങിക്കുന്നത് മഹാരാജാവാണ്. മഹാരാജാവ് കാറ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാമതായി തിരുവിതാംകൂർ രാജ്യത്ത് ഒരു കാറ് വാങ്ങിക്കുന്ന ആലുംമൂട്ടിലെ അന്നത്തെ കാരണവരായിരുന്ന ചാന്നാരാണ്. അപ്പൊ ആ പാരമ്പര്യത്തിലാണ് ടി കെ മാധവൻ ജനിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ പിതാവിന്റെ വീട് അത് കാർത്തികപ്പള്ളി താലൂക്കിലാണ്. നമുക്ക് ഹരിപ്പാട് എന്നൊക്കെ നമ്മൾ പറയുന്ന സ്ഥലമില്ലേ, ഹരിപ്പാടിനടുത്ത് നെങ്ങേർ കുളങ്ങരയ്ക്ക് ഇപ്പുറത്ത് ആ പ്രദേശമാണ് ഈ കാർത്തികപ്പള്ളി താലൂക്ക് എന്ന് പറയുന്നത്. അവിടെയാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ മാതാവ് മാവേലിക്കര കണ്ണമംഗലത്ത് താന്നിയംകുന്നേൽ ഉമ്മിണിയമ്മ, അതും സാമാന്യേന സമ്പന്നമായ ഒരു കുടുംബമാണ്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ജനിച്ചിട്ട് അദ്ദേഹം അതെല്ലാം മറന്നുകൊണ്ട്, സാധാരണ ഒരു സമ്പന്നൻ എന്ന് പറയുമ്പോൾ അയാളുടെ മനസ്സിലുണ്ടാകാവുന്ന ചിന്തകളും ഒരു ദരിദ്രന്റെയും സാധാരണ പണിയെടുക്കുന്ന വ്യക്തിയുടെയും മനസ്സിലുണ്ടാകുന്ന ചിന്തകളും വളരെ അന്തരം ഉണ്ടാവും. അവരൊക്കെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നതും ആ തരത്തിലുള്ള കാഴ്ചപ്പാടോടുകൂടിയും അല്ലെങ്കിൽ എന്താ പറയാ, ആ വ്യതിരിക്തമായ തലങ്ങളിലൂടെ ആയിരിക്കും. പക്ഷെ അതെല്ലാം അവഗണിച്ചുകൊണ്ട് ടി കെ മാധവൻ സമുദായ സേവനത്തിന് വേണ്ടി, അതായത് സമരം ചെയ്യാൻ വേണ്ടി തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റിവെച്ചു, സമർപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. വളരെ ചെറുപ്പത്തിൽ തന്നെ ശ്രീനാരായണ പ്രസ്ഥാനമായിട്ട് സഹകരിച്ചു തുടങ്ങി അദ്ദേഹം. ആ സഹകരണം എന്ന് പറയുന്ന ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് അല്ല, അതാണ് അതിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഒരു ഉദാഹരണം പറഞ്ഞാല്, അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവനുമായിട്ട് സഹകരിക്കുന്നത് ആദ്യമായി അവിടുത്തെ ശാരദാ പ്രതിഷ്ഠ, അതായത് ശിവഗിരിയിൽ നടത്തിയ ശാരദാ പ്രതിഷ്ഠയുടെ കാലഘട്ടത്തിലാണ്. അന്ന് ടി കെ മാധവൻ ഔദ്യോഗികമായി ഒരു സ്ഥാനവും ഇല്ല. നമുക്കറിയാം ശാരദാ പ്രതിഷ്ഠയ്ക്കൊക്കെ നേതൃത്വം നൽകിയ ആളുകൾ ആരൊക്കെയായിരുന്നു? ഡോക്ടർ ബൽപ്പു, കുമാരനാശാൻ തുടങ്ങിയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരാണ്. പക്ഷെ ടി കെ മാധവൻ സകുടുംബം പത്നി സമേതനായി ആ ശാരദാ പ്രതിഷ്ഠയുടെ വേളയിൽ ശിവഗിരിയിൽ താമസിച്ചുകൊണ്ട് അതിൽ മുഴുവൻ ആത്മാർത്ഥമായി സഹകരിച്ചയാളാണ്. എല്ലാ പ്രവർത്തനങ്ങളും A to Z ടി കെ മാധവന്റെ സഹകരണം ഉണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുദേവന് വലിയ സ്നേഹവും വാത്സല്യവുമായിരുന്നു മാധവനോടുണ്ടായി. പക്ഷെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, മാധവനെ ഈ വളരെ ചെറുപ്പം മുതലേ കാസരോഗം എന്നാ പറയുക, നമ്മുടെ ഇന്നത്തെ അനുസരിച്ച് പറഞ്ഞാൽ ടി ബി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ കഴിയുമായിരിക്കും. ചുമച്ച് കഫം തൂക്കുകയും അത് മൂർധന്യത്തിലെത്തിയാൽ രക്തം ഛർദ്ദിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലേക്കാണ് അതിന്റെ ഒരു ഇത് ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠയുടെ എല്ലാ കാര്യങ്ങളിലും സഹകരിച്ച ടി കെ മാധവൻ അതിനുശേഷം ഗുരുദേവനുമായിട്ട് നിരന്തരം സമ്പർക്കം പുലർത്തിക്കൊണ്ട് ആലുവ അദ്വൈതാശ്രമം സ്ഥാപിക്കുന്ന കാലം മുതൽ, അല്ലെങ്കിൽ അതിന്റെ ശേഷം അവിടെ സംസ്കൃത പാഠശാല സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പണപ്പിരിവ് സംബന്ധിച്ച കാര്യങ്ങളിലെല്ലാം ഗുരുവിനോടൊപ്പം അദ്ദേഹം സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം നമുക്ക് പിന്നെ കാണാൻ കഴിയും. നിരന്തരമായ സഞ്ചാരമാണ്. അവിടെയൊക്കെ പോയി ഗുരുവിന്റെ അപദാനങ്ങളെ വളരെ അർത്ഥഗർഭമായ തരത്തിൽ, അല്ലെങ്കിൽ എന്താ പറയുക, കാവ്യഭംഗിയോടെ ഒരു പ്രഭാഷകന്റെ പ്രഭാഷണ ചാതുരിയോടെ പ്രസംഗിച്ച് ഫലിപ്പിക്കുവാൻ ടി കെ മാധവന് കഴിയുമായിരുന്നു. അങ്ങനെ അതിനുവേണ്ടി പിരിവെടുക്കുന്നതിന് വേണ്ടി നടക്കുന്ന ടി കെ മാധവനെ നമ്മൾ പിന്നീട് കാണും. അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ടി കെ മാധവൻ SNDP യോഗത്തിന്റെ സാരഥി ആകുന്നതിന് മുമ്പ് തന്നെ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെ നേർവഴിക്ക് നയിക്കാനും പ്രസ്ഥാനങ്ങളുടെ അന്തസത്തയെയും പ്രസ്ഥാനങ്ങളുടെ പുരോഗമന ആശയങ്ങളെയും ബഹുജനങ്ങളിൽ എത്തിക്കാനും വേണ്ടി ഒരു പത്രം തുടങ്ങാൻ തീരുമാനിക്കുകയും അങ്ങനെ ഒരു പത്രം തുടങ്ങുകയും ചെയ്ത ആളാണ്. 1915 അദ്ദേഹം പത്രം തുടങ്ങി. ആ പത്രത്തിന്റെ പേര് ദേശാഭിമാനി എന്നായിരുന്നു. ഇന്നൊരു ദേശാഭിമാനി പത്രമുണ്ട്, അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയാണ്, അതല്ല അന്നത്തേത്. അങ്ങനെ ടി കെ മാധവൻ ഒരു അപരനാമം ഉണ്ടായി. ആ അപരനാമമാണ് ദേശാഭിമാനി ടി കെ മാധവൻ. ഒരുപക്ഷെ നമ്മൾ ജീവചരിത്രമൊക്കെ വായിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം ഈ ദേശാഭിമാനി ടി കെ മാധവൻ എന്ന പേരിൽ അറിയപ്പെടുന്നതായിട്ട് പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കൊരു സംശയം തോന്നി, ഈ ദേശാഭിമാനി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നമ്മുടെ ദേശത്തിനോടുണ്ടായിരുന്ന അഭിമാനമെന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാമല്ലോ അതിന്റെ കാരണം എന്നൊക്കെ വേണം ധരിക്കാം. പക്ഷെ അതല്ല, അദ്ദേഹം തുടങ്ങിയ പത്രത്തിന് അദ്ദേഹം ഇട്ട പേരാണ് ദേശാഭിമാനി എന്ന്. അദ്ദേഹം ആദ്യം കർട്ടന് പിന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സഹോദരൻ AP കയ്യാലക്കൽ എന്ന് പറയുന്ന ആളിനെ പത്രാധിപരാക്കിക്കൊണ്ടാണ് അത് നടത്തുന്നത്. കാരണം ഇദ്ദേഹം എപ്പോഴും സർക്യൂട്ടിലായിരിക്കും, അല്ലെങ്കിൽ ഗുരുദേവനോടൊപ്പം സഞ്ചരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പോകുന്നതുകൊണ്ട് പത്രത്തിന്റെ കാര്യങ്ങളൊക്കെ നടത്താനുള്ള ബുദ്ധിമുട്ട് കൊണ്ടതെല്ലാം നോക്കി നടത്താൻ അദ്ദേഹത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. കൊല്ലത്ത് നിന്ന് ആദ്യം ഇത് പ്രസിദ്ധീകരണം ആരംഭിച്ചു. ഒരു വാടക കെട്ടിടത്തിൽ ഒരു ചെറിയ പ്രസും അച്ചടിക്കാനുള്ള സൗകര്യവും ഒക്കെ ആയിട്ട് ദേശാഭിമാനി പത്രം തുടങ്ങി എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ പടിപടിയായിട്ട് ടി കെ മാധവൻ അറിയപ്പെടുകയാണ്. പത്രം തുടങ്ങിയതോടുകൂടി ടി കെ മാധവൻ അറിയപ്പെട്ടു തുടങ്ങി. കാരണം കുറിക്ക് കൊള്ളുന്ന ഭാഷയിലും വാചകത്തിലും ഈഴവരാതി പിന്നോക്ക വിഭാഗങ്ങളുടെ അവശതകളെ കുറിച്ചും അവർക്ക് കിട്ടേണ്ട അവകാശങ്ങളെ കുറിച്ചും അതിന് തടസ്സമായി നിൽക്കുന്ന സാമൂഹിക സാഹചര്യങ്ങളെ കുറിച്ചും ഒക്കെ ഈ ദേശാഭിമാനി പത്രത്തിൽ വളരെ ഗംഭീരമായിട്ട് എഴുതും. അന്ന് പിന്നെ അതുപോലെ പ്രസിദ്ധീകരിക്കാൻ കഴിയുന്നത് നമുക്കറിയാം, വിവേകോദയം എന്ന് പറയുന്ന SNDP യോഗത്തിന്റെ മുഖപത്രമാണ്. ഈ തരത്തിലുള്ള സുജനാനന്ദനി എന്ന് പറയുന്ന പരവൂർ കേശവനാശാന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയിരുന്ന മറ്റൊരു പത്രമുണ്ട്, അതിലും അതിന്റെ വാർത്തകളൊക്കെ വരും. അതുകൊണ്ടാണ് സമരക്കാർക്ക് ഒരു കാലഘട്ടത്തിൽ ആശാന്റെ കേശവനാശാന്റെ പത്രവും പത്രാഫീസും ഒക്കെ കത്തിച്ചു കളയുകയൊക്കെ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ദേശാഭിമാനി പത്രത്തെ ആശാൻ 1990 മേടമാസം 4-ാം തീയതി, അല്ല 1915 ഏപ്രിൽ മാസത്തിൽ ഇതിന്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ പത്രത്തെ ഉപയോഗിച്ചത് SNDP യോഗം ശ്രീനാരായണ ഗുരു, അല്ലെങ്കിൽ ശ്രീനാരായണ പ്രസ്ഥാനം ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചുള്ള അപദാനങ്ങൾ അല്ലെങ്കിൽ ഗുരുവിന്റെ പ്രവർത്തനങ്ങളെ ജനങ്ങളിൽ എത്തിക്കുക, ജനങ്ങളും ഗുരുദേവനും തമ്മിലുള്ള ലിങ്കായി ഈ വാർത്താ മാധ്യമമായി അത് നിൽക്കുക, ഇതൊക്കെയുള്ള ഉദ്ദേശത്തോടു കൂടി. അതോടൊപ്പം സാമൂഹ്യ അനീതിക്കെതിരെ സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിക്കുന്നതും അതിനെ സംബന്ധിച്ച വാർത്തകളും ഒക്കെ ഈ പത്രത്തിൽ നിരന്തരം അച്ചടിച്ചു. അങ്ങനെ ഒരു പ്രവർത്തന കാലഘട്ടത്തിൽ നമുക്ക് കാണാം. അത് കഴിഞ്ഞാല് അദ്ദേഹം പൗരാവകാശ സമരങ്ങളിലേക്ക് എടുത്തു ചാടുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുന്നത്. ആദ്യം പൗരാവകാശ സമരങ്ങളിലേക്ക് ടി കെ മാധവൻ എടുത്തു ചാടുമ്പോൾ SNDP യോഗത്തിന്റെ ഭാരവാഹിത്വം അദ്ദേഹത്തിനില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ 1918-19 കാലഘട്ടത്തിൽ പൗരാവകാശ സമരങ്ങൾ തുടക്കം കുറിച്ചുകൊണ്ട് പൗരാവകാശ സമത്വ ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി അതിന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കാലമുണ്ട്. ഒരുപക്ഷെ ഞാനത് യോഗ ചരിത്രത്തിന്റെ നോട്ടിലൊക്കെ തന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ഇത് ക്രിസ്ത്യൻ മുസ്ലിം സംഘടനകളുടെയും സഹകരണത്തോടെയും അവരുടെയും എന്താ പറയുന്ന ആഭിമുഖ്യത്തിലും സംഘടിപ്പിക്കപ്പെട്ടതാണ്.
ഈ പൗരാവകാശ സമത്വവാദി ലീഗ്. പൗരാവകാശ സമത്വവാദി ലീഗ് മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ പൗരന്മാരുടെ ഇടയിലുള്ള രണ്ട് തരം സമീപനം പാടില്ല, രണ്ട് തരം പൗരന്മാർ പാടില്ല. ഒരു രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരേ അവകാശം വേണം. ഒരു പൗരന് വിദ്യാഭ്യാസത്തിന് സ്കൂളിൽ പോയിരിക്കാൻ വേറൊരു പൗരന് സ്കൂളിൽ പോയിരിക്കാൻ പറ്റില്ല. ഒരു പൗരന് ഏത് റോഡിലൂടെ നടക്കാൻ വേറൊരു പൗരന് റോഡിൽ കൂടെ നടക്കാനും പറ്റില്ല, ക്ഷേത്ര റോഡിലൂടെ പറ്റില്ല. ഒരു പൗരന് നല്ല പേരിടാൻ മറ്റൊരു പൗരന് പേരിടാൻ പറ്റില്ല. ഇങ്ങനെ വ്യത്യസ്തമായ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് പൗരന്മാരെ ചിലരെ ബന്ധിച്ചു നിർത്തുകയും ചിലരെ അവരുടെ യഥേഷ്ടം സഞ്ചരിക്കാനും യഥേഷ്ടം പെരുമാറാനും കഴിയുന്ന തരത്തിൽ അഴിച്ചുവിടുകയും ചെയ്യുന്ന തരത്തിലുള്ള ഈ അസമത്വം പൗരന്മാരുടെ ഇടയിൽ അതിന്റെ ഭാഗമാണ് ഈ തീണ്ടലും തൊടിയിലും ഒക്കെ തന്നെ അതിന്റെ ഭാഗം. ഇതൊക്കെ നിർത്തലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സമരമാണ് ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങളുടെ കൂടി സഹകരണത്തോടു കൂടി മുന്നോട്ട് നയിച്ചത്. അപ്പൊ അതിന്റെ ചില വഴിത്തിരിവുകൾ ഉണ്ടാകുന്നുണ്ട്. എല്ലാ സമരവും അങ്ങനെയാണല്ലോ. സമരം ആരംഭിച്ച് അതിനൊക്കെ വഴിത്തിരിവുകളും ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ വരുമ്പോൾ നീക്കുപോക്കുകളും ചില കോംപ്രമൈസുകളും ഒക്കെ വരും. അപ്പൊ അത് 1922 കാലഘട്ടമായപ്പോഴത്തേക്കും ആ സമരത്തിന്റെ ഗതി ഇങ്ങനെ ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഈഴവ സമുദായം പോലുള്ള പിന്നോക്ക സമുദായങ്ങൾക്കും സവർണ വിഭാഗത്തിൽപ്പെടാത്ത അഥവാ ഹിന്ദു മതത്തിൽപ്പെടാത്ത ഇതര മതങ്ങളിൽപ്പെടുന്ന ആളുകൾക്കും റവന്യൂ അടക്കമുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലി കിട്ടണം എന്ന് പറയുന്ന തരത്തിലേക്ക് കൂടി അത് ഒന്ന് എന്താ പറയുന്നതും ഒരു ഗതിമാറ്റം വരുത്തിയെന്നോ അല്ലെങ്കിൽ ആ സബ്ജക്റ്റിനെ ഒന്ന് ഡീവിയേറ്റ് ചെയ്തുകൊണ്ടുള്ള സമരമുഖം നമുക്ക് കാണാൻ കഴിയും. അവിടെ കിട്ടിയ ഒരു ഗുണം എന്ന് പറയുന്നത് ആ ഡീവിയേഷനിൽ ചില നേട്ടങ്ങൾ ഈ സമരക്കാർക്ക് ഉണ്ടാക്കാൻ കഴിയും. ആ നേട്ടം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സമരം നിരന്തരം നടന്നുകൊണ്ടിരുന്നപ്പോൾ, ഇത് സമരം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇന്ന് കാണുന്ന തരത്തിലുള്ള അക്രമാസക്തമായ സമരങ്ങൾ എന്ന് ധരിക്കരുത്. കാരണം അന്ന് രാജഭരണ കാലഘട്ടത്തിൽ അക്രമാസക്തമായ സമരങ്ങൾ വണ്ടിയുടെ ചില്ല് തല്ലി പൊട്ടിക്കാനോ ആളുകളെ ഹെൽമെറ്റ് കൊണ്ട് ഇടിച്ചു തല്ലാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മർദ്ദിക്കാനോ അങ്ങനെയൊന്നുമുള്ള സമരങ്ങളൊന്നും അന്ന് പ്രായോഗികമല്ല. അതൊന്നും പറ്റുന്ന കാലമല്ല അക്കാലം, രാജഭരണകാലം എന്ന് പറയും. അതിനപ്പുറത്ത് വ്യവസ്ഥാപിത മാർഗങ്ങളിലൂടെയുള്ള നിസ്സഹകരണം അഥവാ വിട്ടുനിൽക്കൽ എന്ന് പറയുന്ന തരത്തില് അല്ലെങ്കിൽ ചില നിയമങ്ങൾ അനുസരിക്കാതെ മാറി നിൽക്കുക, അങ്ങനെയൊക്കെയുള്ള സമരങ്ങളെ പറ്റുള്ളൂ. അത്ര സമരങ്ങളൊക്കെ നടത്തിയപ്പോൾ അവസാനമായി 1922 ഇതിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് പരിശോധിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റിയിൽ ടി കെ മാധവൻ നിവേദനം കൊടുത്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തതിന്റെ ഫലമായിട്ട് 1922 ദേവസ്വം വിളംബരം എന്ന് പറയുന്ന ഒരു വിളംബരം ഉണ്ടാകുന്നു. ആ വിളംബരത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത് ദേവസ്വം, പൊതുമരാമത്തും റവന്യൂ ഒക്കെ കൂടെ ഒന്നിച്ചായിരുന്നു അതുവരെ ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ വരുമ്പോൾ ദേവസ്വം കൂടി ഉള്ളതുകൊണ്ട് അഹിന്ദുക്കൾക്ക് ആ ഡിപ്പാർട്ട്മെന്റ് പ്രവേശനം അനുവദിക്കാതിരുന്നു. ഇത് ടി കെ മാധവൻ പോയിന്റ് ഔട്ട് ചെയ്തു. ഇതൊന്ന് ഡിറ്റാച്ച് ചെയ്താൽ അല്ലെങ്കിൽ ഇതൊന്ന് വ്യത്യസ്തപ്പെടുത്തിയാൽ അല്ലെങ്കിൽ രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആക്കിയാൽ സാധിക്കാവുന്ന ചെറിയ കാര്യമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതിന് പ്രകാരം അങ്ങനെ ദേവസ്വത്തെ ഒരു സ്വതന്ത്ര ഡിപ്പാർട്ട്മെന്റ് ആക്കിയും ബാക്കി വകുപ്പുകളെ ഒന്നിപ്പിച്ച് നിർത്തുകയും ചെയ്തപ്പോൾ ക്രിസ്ത്യാനിക്കും മുസൽമാനും അവർണരായ ഹിന്ദുക്കൾക്കും ഈ വകുപ്പുകൾ ജോലി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ 1922 നടന്ന ഈ വിളംബരത്തിന്റെ പേരാണ് ദേവസ്വം വിളംബരം. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിന് മുഖ്യ സംഘാടകനായി നിന്നത് യഥാർത്ഥത്തിൽ ടി കെ മാധവനായിരുന്നു. അപ്പൊ അങ്ങനെ പൗരാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങൾ, അതോടൊപ്പം ചേർന്ന് തന്നെ ടി കെ മാധവൻ അടുത്ത സമരം ഏറ്റെടുത്തു കഴിഞ്ഞു. അത് ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയുള്ള സമരമായിരുന്നു. അന്ന് സവർണ ക്ഷേത്രങ്ങളിലൊന്നും ഹിന്ദു മതത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന അവർണർക്ക് പ്രവേശനമില്ല. അപ്പൊ ഈ ക്ഷേത്രങ്ങളിലൊക്കെ എടുക്കുന്ന പ്രസംഗങ്ങൾ, എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിലെ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും ഗംഭീരമായി പ്രസംഗിക്കാൻ കഴിയുന്ന ടി കെ മാധവനായി. ടി കെ മാധവൻ പ്രസംഗിച്ചൊരു വിഷയം ആളുകളുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ ആ വിഷയം ആളുകൾക്ക് മനസ്സിലാകാതിരിക്കുകയോ ആ വിഷയത്തോട് ആ കേട്ട ആളുകൾ ആഭിമുഖ്യം പുലർത്താതിരിക്കുകയോ ചെയ്യുകയില്ല. കാരണം അത്രമാത്രം ഗംഭീരമായി അത്രമാത്രം ആളുകളിൽ കൃത്യമായ ഭാഷയിലും അതിന്റെ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് പ്രസംഗിക്കാൻ കഴിയുന്ന ആളായിരുന്നു ടി കെ മാധവൻ. അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയുള്ള സമരങ്ങൾ ഒരു വശം ആരംഭിക്കുന്നു. SNDP യോഗം അതിലേക്ക് കടന്നു വരുന്നുണ്ട്. ടി കെ മാധവന് പിന്തുണയുമായിട്ട്
ആ സമര കാലഘട്ടത്തിലൊക്കെ SNDP യോഗം കടന്നു വരും. അത് എന്ന് പറയുന്നത് സമരത്തെ അനുകൂലിച്ചുകൊണ്ട് പ്രമേയങ്ങൾ പാസ്സാക്കുക, പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്രങ്ങളുമായിട്ട് പിന്നോക്ക ജനവിഭാഗങ്ങൾ ഒരു കാരണവശാലും സഹകരിക്കാതെ വിട്ടു നിൽക്കണമെന്ന പ്രമേയമാണ് പാസ്സാക്കിയത്. അതിൽ പിരിവ് കൊടുക്കാതിരിക്കുക, വഴിപാട് കൊടുക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള എല്ലാ നിസ്സഹകരണ സമീപനങ്ങളും സ്വീകരിച്ചുള്ള സമരങ്ങൾ നടത്തി. എന്നാലും ആ സമരങ്ങളുടെ ഒരു റിസൾട്ട് കിട്ടാൻ TK മാധവനെ ആ റിസൾട്ട് കാണാൻ പറ്റിയില്ല എന്ന് പറയണം. വ്യസന സമയത്ത് ഞാനത് പറയുക. കാരണം 1930 TK മാധവൻ അന്തരിച്ചു. TK മാധവൻ അന്തരിച്ചു കഴിഞ്ഞ് 5 വർഷം കൂടെ കഴിഞ്ഞ് 1936 യഥാർത്ഥത്തിൽ ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത് സംഭവിക്കുന്നത്. അപ്പൊ ഈ സമരത്തിന്റെ ഒരു റിസൾട്ട് കാണാൻ TK മാധവന് ഭാഗ്യം ഉണ്ടായില്ല. അതോടൊപ്പം നടത്തിയ മറ്റൊരു സമരമുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ 1921 നമുക്കായി ഒരു സന്ദേശം നൽകി. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കുടിക്കരുത്, കൊടുക്കരുത് എന്നുള്ളതായിരുന്നു ആ സന്ദേശം. ഇത് നെഞ്ചേറ്റ് TK മാധവൻ ഇതിനു വേണ്ടി നിരന്തരമായ സമരമാണ് TK മാധവൻ പിന്നെ നടത്തിയത്. വൈക്കം മധുവർജന പ്രക്ഷോഭണം എന്നാണ് അത് അറിയപ്പെടുന്നത്. ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടി നടത്തിയ സമരത്തോടൊപ്പം, പൗരാവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയ സമരത്തോടൊപ്പം മധുവർജന പ്രക്ഷോഭണം എന്ന് പറയുന്ന സമരം, അത് ഞാൻ ആദ്യം പറഞ്ഞതിനേക്കാളൊക്കെ വ്യാപകമായ പ്രചരണമാണ് TK മാധവൻ നടത്തിയത്. മദ്യഷാപ്പുകൾ ലേലത്തിൽ പിടിക്കരുതെന്ന് പറയുക, മദ്യ ഉൽപാദന രംഗത്ത് നിൽക്കുന്ന ചെത്ത് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിക്കുക, ചെത്തുകാരുടെ വേറെ തൊഴിൽ ചെയ്യാനായിട്ട് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അങ്ങനെ പ്രേരിപ്പിക്കുക, കഴിയുന്നത്ര ചെത്തിൽ നിന്ന് ആളുകളെ വഴിതിരിച്ചു വിടാൻ വേണ്ടി TK മാധവൻ അക്ഷീണം പ്രവർത്തിച്ചു. ഇങ്ങനെയൊക്കെ ഉള്ള സമരങ്ങൾ, അതിലൂടെ റവന്യൂ വരുമാനം ഒരുപാട് രാജാവിന് കുറഞ്ഞു. ഇങ്ങനെ നിരന്തരം TK മാധവൻ സമരത്തിലായപ്പോൾ രാജാവ് ഒരു പ്രാവശ്യം TK മാധവനെ ഒരു ദൂതൻ മുഖാന്തരം സമീപിക്കുന്നുണ്ട്, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ രാജദൂതൻ TK മാധവനെ കാണണമെന്ന് പറഞ്ഞ് TK മാധവന്റെ അടുക്കൽ ചെന്ന് TK മാധവനെ കണ്ട് TK മാധവൻ ചോദിച്ചു, എന്താണ് വന്നതിന്റെ ഉദ്ദേശം? രാജദൂതൻ പറഞ്ഞു, അങ്ങനെയുള്ള ഒരു കാര്യം ഉണർത്തിക്കുവാൻ രാജാവ് എന്നെ ചുമതലപ്പെടുത്തി വിട്ടിരിക്കുന്നതാണ്. പറയാമല്ലോ. അതെ, മറ്റൊന്നുമല്ല, നിരന്തരമായി അങ്ങ് സമരം നടത്തുന്നതിലൂടെ ഈ രാജഭരണത്തെ കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന തെറ്റിദ്ധാരണയും ഒപ്പം രാജാവിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പല റവന്യൂകളും നിന്നു പോകുന്ന സ്ഥിതിയും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മാധവനോട് ഇത്തരം സമരങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് രാജാവ് പറയാനാണ് എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അത് വെറുതെ പിന്മാറാനല്ല കേട്ടോ, അതും തെറ്റിദ്ധരിക്കണ്ട. അങ്ങേക്ക് ഏത് ഉദ്യോഗമാണോ വേണ്ടത്, രാജാവിൻ്റെതോ ദിവാന്റേതോ ഒഴിച്ച്, ഇങ്ങനെയാണ് പറയുന്നത്. ദിവാൻ എന്നതാണ് രാജാവ് കഴിഞ്ഞാലുള്ളത്, അതിന്റെ മുകളിൽ രാജാവ്. ഈ 2 ഉദ്യോഗങ്ങൾ ഒഴിച്ച് അങ്ങേക്ക് തൃപ്തിയാവുന്ന ഏത് ഉദ്യോഗം ചോദിച്ചാലും അത് തരാൻ രാജധാനി തയ്യാറാണ്, അല്ലെങ്കിൽ രാജാവ് തിരുമനസ്സുകൊണ്ട് തയ്യാറാണ്. അതിന് പകരം അങ്ങ് ചെയ്യേണ്ടത് ഈ സമരത്തിൽ നിന്നൊന്ന് പിന്മാറി തരണം, അത്രേ ഉള്ളൂ. ആലോചിച്ച് നോക്കിയാൽ നമ്മള് TK മാധവന്റെ സ്ഥാനത്ത് നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ ചാടി വീഴും അവിടെ, ഇല്ലേ? ഒരു പിയൂൺ പണി കിട്ടും സർക്കാരിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ സർവ്വം മറന്ന് ആ പക്ഷത്ത് ചേർന്ന് മുദ്രാവാക്യം വിളിക്കാനോ കൊടി പിടിക്കാനോ ആരെ വേണമെങ്കിലും തല്ലി ഒതുക്കാനോ ഒക്കെ നമ്മൾ നടക്കും. നമുക്ക് കിട്ടുന്ന ഒരു പിയൂൺ പണിയാണെങ്കിലും അത് മതി എന്ന് പറയും. അതങ്ങനെ എന്റെ സമുദായത്തിന് നിരക്കാത്തതാണ്, ഞാനത് ചെയ്യുകയില്ല എന്ന് പറയാൻ ആരും ഈ കാലഘട്ടത്തിൽ പോലും തയ്യാറാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അക്കാലത്തോ ഇത്രയും ഉന്നതമായ ഒരു പദവി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ TK മാധവൻ അതിന് ചാടി വീഴേണ്ട ആളാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം TK മാധവൻ പറഞ്ഞ മറുപടിയാണ്. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ എന്താ എന്നെ കുറിച്ച് ധരിച്ചിരിക്കുന്നത്? നിങ്ങൾ വെച്ച് നീട്ടുന്ന ഒരു നക്കാപ്പിച്ച ഉദ്യോഗം കൊണ്ട് തൃപ്തിപ്പെട്ട് ഈ സമരത്തിൽ നിന്ന് ഞാൻ പിന്മാറണമെന്നോ? മിസ്റ്റർ, എനിക്കൊരു ജോലിക്ക് വേണ്ടിയാണെങ്കിൽ ഞാൻ ഈ സമരവുമായിട്ട് നടക്കേണ്ട കാര്യമുണ്ടോ? ആരെയെങ്കിലും
അതിന്റെ താഴെയൊക്കെയുള്ള എത്രയോ പാവങ്ങളായ ആളുകൾ, അവർക്ക് കൂടി സർക്കാർ ഉദ്യോഗവും അവസര സമത്വവും സഞ്ചാര സ്വാതന്ത്ര്യവും ഒക്കെ അനുവദിക്കുകയും ചെയ്താൽ സമരത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്നേ ഉള്ളൂ, ഒരു ജോലിയും എനിക്ക് വെച്ച് നീട്ടണ്ട എന്നുള്ള അർത്ഥത്തിൽ കുറെ നേരം വഴക്ക് പറഞ്ഞു. ഞാൻ സൂചിപ്പിച്ചത് ടി കെ മാധവന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന ആ സമുദായത്തോടുള്ള സ്നേഹം, ഗുരുദേവ ദർശനത്തോടുള്ള ടി കെ മാധവന്റെ അടിയുറച്ച വിശ്വാസം, ഇതൊക്കെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി. പ്രധാന വൈക്കത്ത് ക്ഷേത്ര റോഡിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും അന്ന് ആളുകൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വൈക്കം സത്യാഗ്രഹം കരുപ്പിടിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ നടത്തുന്നതിന് തീരുമാനിച്ച ടി കെ മാധവൻ ഈ ആശയത്തെ മഹാത്മാഗാന്ധിയിൽ എത്തിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ പരിപാടി നടത്തുകയാണെങ്കിൽ വിജയിക്കാൻ കഴിയും. SNDP യോഗം എന്ന് അന്ന് ദേശവ്യാപകമായി അംഗങ്ങളോ അല്ലെങ്കിൽ അത്രയും കരുത്തുള്ള പ്രസ്ഥാനമായി വളർന്നിട്ടില്ലാത്തത് കൊണ്ട് ഒരു പക്ഷേ പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവിൽ മഹാത്മാഗാന്ധിയെ കാണാൻ പോവുകയാണ്. ആന്ധ്രാപ്രദേശിലുള്ള കാക്കിനഡ എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ടി കെ മാധവൻ പങ്കെടുത്ത് മഹാത്മാഗാന്ധിയുടെ മുമ്പിൽ ഒരു നിവേദനമായി ഇതെല്ലാം അറിയിക്കുന്നതാണ്. ഇവിടുത്തെ അവശത അനുഭവിക്കുന്ന പിന്നോക്ക ജനവിഭാഗങ്ങളുടെ, പട്ടികജാതി പട്ടികവർഗങ്ങളുടെ ഒക്കെ ദുരിതങ്ങളെ കുറിച്ച് സവിസ്തരം സംസാരിക്കുന്നു മഹാത്മാഗാന്ധിയുടെ അടുത്ത്. ഒരു കാര്യം ഇടയ്ക്ക് ഞാൻ സൂചിപ്പിച്ചോട്ടെ, ഈ സവിസ്തരം ഇങ്ങനെ സംസാരിക്കാൻ ടി കെ മാധവന് നല്ല കഴിവായിരുന്നു. ഏത് ഭാഷയിൽ? ഇംഗ്ലീഷ് ഭാഷയിൽ. അതാണ് ഞാൻ ആദ്യം ക്ലാസ് എടുത്തപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ കുമാരനാശാന്റെ ഇംഗ്ലീഷ് ഭാഷണം. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയിൽ ഗംഭീരമായി പ്രസംഗിക്കാനും ആശയവിനിമയം നടത്താനും ടി കെ മാധവൻ നല്ല കഴിവ്. അപ്പൊ ടി കെ മാധവൻ ഇതെല്ലാം നല്ല ഭംഗിയായ ഇംഗ്ലീഷിൽ മഹാത്മാഗാന്ധി ധരിപ്പിച്ചു. എന്നിട്ട് ഒരു പ്രമേയം പാസ്സാക്കണം, അയിത്തോച്ചാടനം കോൺഗ്രസിന്റെ കർമ്മപരിപാടിയാക്കി മാറ്റണം, അതെങ്കിലും ചെയ്യണം എന്നുള്ള രൂപത്തിൽ ടി കെ മാധവൻ ഗാന്ധിജിയെ കമ്പൽ ചെയ്യുന്നുണ്ട് അവിടെ വെച്ച്. പിന്നീട് ഇവിടെ വന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അയിത്തോച്ചാടനം എന്ന കർമ്മപരിപാടിയിലേക്ക് കോൺഗ്രസ് കടന്നു വരുന്നതായിട്ട് കാണും. രണ്ടാമത് വീണ്ടും ടി കെ മാധവൻ മഹാത്മാഗാന്ധിയെ കാണാൻ പോകുന്നു. അന്നേരം തിരുനെൽവേലിയിൽ, തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലാണ് കോൺഗ്രസ് സമ്മേളനം. അവിടെയും പോയി ഇരുന്ന് അപ്പോയിന്റ്മെന്റ് മേടിച്ച് ഗാന്ധിജിയോടൊപ്പം ഇരുന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഈ പ്രാവശ്യം മഹാത്മാഗാന്ധിയുടെ മുമ്പിൽ ടി കെ മാധവൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞത് വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ചാണ്. വൈക്കം റോഡിലൂടെയുള്ള നടപ്പിന് അനുവാദമില്ല. അതിലൊരു ഒരു സാഹചര്യങ്ങളുണ്ട്. വൈക്കത്തെ ജനങ്ങളെല്ലാം ടി കെ മാധവനോട് ഇത് പല പ്രാവശ്യമായിട്ട് പറയുകയും അത് രണ്ട് തരത്തിൽ കാണുന്ന ഒരു സംഭവം ഉണ്ട്. അത് ഞാൻ പറയാം. ഒന്ന്, ഗുരുദേവനും ടി കെ മാധവനും കൂടെ വൈക്കത്ത് കൂടി പോയപ്പോൾ ഗുരുദേവനെ വൈക്കത്തെ സവർണ പ്രമാണിമാര് ക്ഷേത്ര റോഡിലൂടെ കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു. അത് ടി കെ മാധവന് വലിയ വിഷമമായി എന്ന് പറയുന്ന ഒരു ചരിത്രം വായിക്കാൻ നമുക്ക് പറ്റും. പക്ഷെ ഞാനത് വായിച്ചപ്പോൾ മറ്റൊരു ചരിത്രവും കൂടിയുണ്ട്. അത് ഈ വൈക്കത്ത് സഞ്ചാര സ്വാതന്ത്ര്യമില്ലാത്ത റോഡുകളെ സംബന്ധിച്ച് ഒരു സ്ഥിതിവിവര കണക്കെടുക്കാനും അതിനാവശ്യമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാനും തീരുമാനിച്ച ടി കെ മാധവൻ അവിടുത്തെ ഒരു ഭൂമിശാസ്ത്രം, ചരിത്രം ഇതൊക്കെ പഠിക്കാൻ വേണ്ടി അവിടെ പോയത് സത്യവ്രത സ്വാമികളോടൊപ്പമായിരുന്നു എന്ന് പറയുന്നു. സത്യവ്രത സ്വാമികളും ടി കെ മാധവനും മറ്റ് ടി കെ മാധവന്റെ സഹചാരികളായിട്ടുള്ള ആളുകളും ഒക്കെയാണ് അവിടെ പോയി ആ വഴിയോട് സഞ്ചരിച്ചതെന്നും അന്നൊന്നും അവിടെ തടയാൻ ആളുകളും പോലീസും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവരെ ആരും തടഞ്ഞില്ല. അവർ സഞ്ചരിച്ച് ക്ഷേത്രത്തിന്റെ അടുത്ത് കൂടെ നടന്നു പോവുകയും തിരിച്ചു വരികയും ചെയ്തു എന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരുന്നു. എനിക്ക് തോന്നി രണ്ടാമത് പറഞ്ഞതാണ് ശരിയാവാൻ സാധ്യതയാണ്. കാരണം ശ്രീനാരായണ ഗുരുദേവനെ വൈക്കം റോഡിലൂടെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ഷേത്ര റോഡിലൂടെ നടക്കുന്ന സമയത്ത് തടഞ്ഞു എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു വലിയ സമരമായി എന്ന് പൊട്ടി പുറപ്പെടേണ്ടതാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷെ അങ്ങനെ ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏത് വിശ്വസിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചുകൊള്ളുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അവിടെ പോയി ഈ കാര്യങ്ങളൊക്കെ പഠിക്കുകയെല്ലാം ചെയ്തിട്ട് ടി കെ മാധവൻ മഹാത്മാഗാന്ധിയെ ഈ സമരത്തിലേക്ക്, കോൺഗ്രസിനെ കൊണ്ട് ഈ സമരം നടത്തിക്കുന്ന മനോഭാവത്തിലേക്ക് അല്ലെ തീരുമാനത്തിലേക്ക് അത്ര ഒരു നിർദ്ദേശം കൊടുക്കുന്ന തരത്തിലേക്ക് ടി കെ മാധവൻ കൊണ്ടുപോകും. അതായിരുന്നു മാധവന്റെ
ഏറ്റവും വലിയ വിജയം. അങ്ങനെ സമരം 1999 മീനമാസം 17-ാം തീയതി അല്ലെങ്കിൽ 1924 മാർച്ച് 31 തുടങ്ങി. സമരത്തിന്റെ രീതി മഹാത്മാഗാന്ധി ചോക്കൗട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കാരണവശാലും അക്രമം കാണിക്കാൻ പാടില്ല. എന്ത് അക്രമം ഇങ്ങോട്ടുണ്ടായാലും അതിനെ നേരിടാൻ തയ്യാറുള്ളവർ മാത്രമേ സമരത്തിന് പോകാവുള്ളൂ. ഇതൊരു സഹന സമരമാണ്, സത്യാഗ്രഹമാണ്. അപ്പൊ ഈ സമരം നടത്തുന്നതിന് വേണ്ടി ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹാശിസുകൾ കൂടിയേ തീരൂ. കോൺഗ്രസ് ആയതുകൊണ്ട് മറ്റു സമുദായങ്ങളുടെ സഹകരണം അഭ്യർത്ഥിക്കാം, അത് സഹകരണത്തിൽ ഉണ്ടാകുകയും ചെയ്യും. ഇതെല്ലാം വേണ്ട സമയത്ത് വേണ്ട രീതി ടി കെ മാധവൻ നേടി. ഇന്ന് മാത്രമല്ല, വൈക്കം സത്യാഗ്രഹ ഭടന്മാർക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ക്യാമ്പ് ഓഫീസായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന വെല്ലൂർ മഠം എന്ന ആശ്രമ സദൃശമായ കെട്ടിടവും ആ പരിസരവുമാണ് വിട്ടുവരുന്നത്. ഗുരുദേവൻ അത് അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. അത് ഉപയോഗിക്കാൻ പറയും. ആ കൂട്ടത്തിൽ ഗുരുദേവൻ വൈക്കം സത്യാഗ്രഹ ആശ്രമം സന്ദർശിക്കണം എന്ന് ടി കെ മാധവൻ പല പ്രാവശ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, നാം വന്നുകൊള്ളാം എന്ന് പറഞ്ഞു. വീണ്ടും ഗുരുദേവനെ നിർബന്ധിച്ചപ്പോൾ ഗുരുദേവൻ മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശം, കോൺഗ്രസിന്റെ മീറ്റിങ്ങുകൾ നടക്കുന്നിടത്ത് നാം കേട്ടിരിക്കുന്നിടത്തോളം 2 ഊട്ടുപുര ഉണ്ടെന്നാണ്. ഒന്ന് സവർണർക്ക് വേണ്ടി ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഊട്ടുപുര, അവർണർക്ക് ഭക്ഷണം കഴിക്കാനുള്ള മറ്റൊരു ഊട്ടുപുര. ഇങ്ങനെയാണ് നാം കേട്ടിരിക്കുന്നത്. വൈക്കത്ത് അങ്ങനെയാണോ മാധവ? അങ്ങനെയാണെങ്കിൽ നാം അവിടെ വരില്ല, ഒരു ഊട്ടുപുരയെ പാടുള്ളൂ. എന്ന് മാത്രമല്ല, ആ ഊട്ടുപുരയിൽ പാചകം ചെയ്യുന്നതും വിളമ്പുന്നതും ഭക്ഷിക്കുന്നതും അടക്കം എല്ലാ സമുദായത്തിലും പെട്ട ആളുകൾ ഒന്നിച്ചും ആയിരിക്കണം. അതിന് ഉറപ്പ് തരാമെങ്കിൽ നാം അവിടെ വന്നുകൊള്ളാം എന്ന് പറഞ്ഞു. ടി കെ മാധവൻ അതിന് പ്രകാരം കോൺഗ്രസിന്റെ നേതാക്കന്മാരുമായിട്ട് ആശയവിനിമയം നടത്തി അത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചു. എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ ചരിത്രത്തിൽ അതായിരിക്കും ഒരു തുടക്കം, പുതിയ ഒരു അധ്യായത്തിന്റെ തുടക്കം. കാരണം 2 തരം ഊട്ടുപുര എന്ന സമീപനം ഉപേക്ഷിക്കുന്ന അധ്യായത്തിന്റെ തുടക്കം. അങ്ങനെ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സത്യാഗ്രഹ വളണ്ടിയർമാർക്ക് അവിടെ ചെല്ലുന്ന അതിഥികൾക്കും ഭക്ഷണം പാകം ചെയ്യുന്നത് ഒരൊറ്റ ഊട്ടുപുരയിലാക്കി. അവിടെ പുലയൻ മുതൽ നമ്പൂതിരി വരെയുള്ള ആളുകൾ ഭക്ഷണം കഴിക്കുമായിരുന്നു. ഇത് ഞാൻ പറയുന്നത് അപ്പൊ ആളുകൾക്ക് സംശയം തോന്നാൻ, നമ്പൂതിരി ഇത് സഹകരിച്ചിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹത്തിൽ സാധാരണ ആവരണ ഭേദമില്ലാതെ ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള ആളുകൾ സഹകരിച്ചു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം KP കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ ആളുകളുടെ സാന്നിധ്യമാണ്. കുറൂർ വാസുദേവൻ നമ്പൂതിരി, ഇങ്ങനെ പലരും അതിനകത്ത് സംബന്ധിച്ചിട്ടുണ്ട്. അതിൽ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്ന് ഒരു സവർണ ജാഥ ആരംഭിച്ച് ആ സവർണ ജാഥ നയിച്ച് മന്നത്ത് പത്മനാഭൻ മാവേലിക്കര, കായംകുളം, ഹരിപ്പാട് തുടങ്ങിയ സ്ഥലങ്ങൾ ചുറ്റി ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുദേവനെ കണ്ട് അനുഗ്രഹം വാങ്ങിയിട്ട് തിരുവനന്തപുരത്ത് പോയി സമാപിക്കുകയായിരുന്നു. അതുപോലെ തന്നെ തെക്കൻ പ്രദേശത്ത് നിന്ന് തമിഴ്നാടിന്റെ ബോർഡറിൽ നിന്ന് മറ്റൊരു ജാഥ കൂടി വന്നിരുന്നു. ഈ 2 ജാഥകളും ശംഖുമുഖത്ത് സംഗമിച്ച് വലിയ മീറ്റിങ്ങുകൾ നടത്തുകയും അതിനുശേഷം രാജാവിന് നിവേദനം സമർപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം 20 മാസക്കാലം നീണ്ടുനിന്ന സമരമാണ്. അതൊരു വെറും സമരമായി നമുക്ക് എഴുതിത്തള്ളാൻ പറ്റില്ല. ത്യാഗത്തിന്റെ സമരമായിരുന്നു. കാരണം 1999 നമ്മൾ ചരിത്രത്തിൽ വായിക്കും, വെള്ളപ്പൊക്കം ഉണ്ടായി. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച് ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് വലിയ വെള്ളപ്പൊക്കം ഉണ്ടായത്. ഈ വെള്ളപ്പൊക്കത്തിൽ അരയപ്പം വെള്ളത്തിലും പിന്നീട് അത് കഴുത്തപ്പം വെള്ളമായപ്പോഴും മാറാതെ സത്യാഗ്രഹം നടത്തിയ ആളുകളാണ് വൈക്കം സത്യാഗ്രഹത്തെ വിജയിപ്പിച്ചതെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചു. ആദ്യമായി സത്യാഗ്രഹത്തിന്റെ ഒരു സിസ്റ്റം ഇങ്ങനെ നമുക്ക് ക്രമപ്പെടുത്തി പറയാം. ഒന്ന്, എല്ലാവരും ജാഥയായി വെല്ലൂർ മഠത്തിൽ നിന്ന് രാവിലെ തന്നെ കുളിച്ച് വസ്ത്രം മാറി പ്രഭാത ഭക്ഷണം കഴിച്ച് വൈക്കം റോഡിലേക്ക് പടിഞ്ഞാറേ നടയിൽ എത്തുക. അവിടെ നടന്നു വരുമ്പോൾ റോഡിൽ ക്ഷേത്രത്തിന്റെ തീണ്ടാപ്പാട് അകലെ എത്തുമ്പോൾ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അഹിന്ദുക്കൾക്കും അവർണർക്കും ഇതിലെ പ്രവേശനം ഇല്ല. ആ ബോർഡിങ് ചെല്ലുമ്പം എല്ലാ ആളുകളും അവിടെ നിൽക്കുക. അന്ന് അത് ലംഘിച്ചുകൊണ്ട് സത്യാഗ്രഹം നടത്തേണ്ട ആളുകൾ മാത്രം മുന്നോട്ട് നടക്കുക. ഇതായിരുന്നു സത്യാഗ്രഹത്തിന്റെ ഒരു സിസ്റ്റം. ഏറ്റവും ആദ്യം സത്യാഗ്രഹത്തിന് പോയത് കുഞ്ഞപ്പി എന്ന പേരുള്ള ഒരു പുലയനും ബാഹുലയൻ എന്ന പേരുള്ള ഒരു ഈഴവനും ഗോവിന്ദ പണിക്കർ എന്ന ഒരു നായർ സമുദായ അംഗമാണ്. ബാക്കിയുള്ളവരെല്ലാം ജാഥയായി ഈ സമരത്തിന് ആവശ്യമായ മുദ്രാവാക്യങ്ങളും മുഴക്കി വൈക്കത്ത് വെല്ലൂർ മഠത്തിൽ നിന്ന് വന്ന് പടിഞ്ഞാറേ നടയിലെ റോഡിലൂടെ
ഞാൻ മുമ്പ് പറഞ്ഞ ബോർഡ് വെച്ചിരിക്കുന്നിടത്ത് വരെ വരുമ്പോൾ പോലീസ് ഓഫീസർമാര്, SP സഹിതമുള്ള ആളുകൾ അവിടെ നിരനിരയായി നിൽക്കുകയാണ്. നിരയായി നിൽക്കുമ്പോൾ എല്ലാവരും അവിടെ നിന്നു. മുന്നോട്ട് 3 പേര് മാത്രം കടന്നു നടന്നു. ആ മുന്നോട്ട് നടന്ന ആളുകളെ ഈ പോലീസ് വലയത്തിനടുക്കെ ചെന്നപ്പോൾ പോലീസ് തടഞ്ഞിട്ട് ഓരോരുത്തരുടെയും പേര് ചോദിച്ചു. നിന്റെ പേരെന്താണ്? അയാൾ പറഞ്ഞു കുഞ്ഞപ്പി. നീ ജാതിയിൽ ആരാണ്? പുലയൻ. അടുത്ത ആളിനോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? ബാഹുലേയൻ. നീ ജാതിയിൽ ആരാണ്? ഈഴവൻ. അടുത്ത ആളിനോട് ചോദിച്ചു, നിന്റെ പേര്? ഗോവിന്ദ പണിക്കർ. നീ ജാതിയിൽ ആരാണ്? നായർ. പോലീസ് ഓഫീസർ ഇൻസ്പെക്ടർ പറഞ്ഞു, നായർ സമുദായമായ ഗോവിന്ദ പണിക്കർക്ക് ഇതിലെ കടന്നു പോകാം, ബാക്കി നിങ്ങൾക്ക് 2 പേർക്കും ഇതിലെ കടന്നു പോകാൻ പാടില്ല, നിയമം അനുവദിക്കുന്നില്ല. അവർ 3 പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഞങ്ങൾ 3 പേരും ചേർന്നേ അതിലെ മുന്നോട്ട് നടന്നു പോവുകയുള്ളൂ. ഞങ്ങൾ നടന്നു പോകുന്നതിന് അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് മാറ്റാം, അല്ലാതെ ഞങ്ങൾ മുന്നോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. അപ്പം പുറകെ നിൽക്കുന്ന ആളുകൾ മുദ്രാവാക്യം വിളിക്കുകയാണ്. ഇതാണ് ആദ്യത്തെ ദിവസത്തെ സംഭവം. ഈ കുഞ്ഞപ്പിയെയും ബാഹുലേയനെയും ഗോവിന്ദ പണിക്കരെയും അറസ്റ്റ് ചെയ്ത് നീക്കി കഴിഞ്ഞപ്പോൾ അതിന്റെ പ്രത്യാഘാതം എന്ന നിലയിൽ സമരം പലതരത്തിലും രാജ്യത്ത് അഥവാ നാട്ടിൽ അവിടെ ഇവിടെയൊക്കെ അത് ഒരുതരം അക്രമാസക്തമാകുന്ന വിധത്തിലേക്ക് കൂടി വ്യാപിക്കുന്ന സ്ഥിതിയിലായി. മഹാത്മാഗാന്ധി വിവരം അറിയിച്ചു. മഹാത്മാഗാന്ധി മാധവന് നിർദ്ദേശം നൽകി, തൽക്കാലം സമരം ഒന്ന് മാറ്റിവെക്കുകയോ അന്തരീക്ഷം ഒന്ന് തണുക്കുന്നത് വരെ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യുകയോ ചെയ്യണം എന്ന് പറഞ്ഞു. അതിന് പ്രകാരം ഏകദേശം ഒരാഴ്ചത്തോളം സമരം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി മാറ്റിവെച്ചു. അഥവാ ആളുകളെ ഒന്ന് ശാന്തരാക്കുന്നതിന് വേണ്ടി തണുപ്പിക്കാൻ പറഞ്ഞാൽ അതാ ഉദ്ദേശിച്ചത്. അതിനുശേഷം വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് സമരം ആരംഭിക്കുന്നു. അപ്പോൾ അറസ്റ്റ് വരിക്കാൻ തീരുമാനിച്ചത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പ്രകടനമായിട്ട് വരുന്നു. മുൻനിരയിൽ നിന്ന് TK മാധവനും KP കേശവമേനോനും മുന്നോട്ട് നടക്കുകയാണ്. ഈ പറഞ്ഞതുപോലുള്ള സംഭാഷണങ്ങൾ നടന്നു. KP കേശവമേനോനോട് പറഞ്ഞു, അങ്ങേക്ക് ഇതിലെ കടന്നു പോകാം, കാരണം പോലീസ് ഓഫീസർമാർക്ക് ഇവരെ 2 പേരും ബഹുമാനമാണ്, നേതാക്കന്മാരെന്ന നിലയിൽ. അങ്ങേക്ക് ഇതിലെ കടന്നു പോകാം. TK മാധവനോട് പറഞ്ഞു, അങ്ങയെ കടത്തിവിടാൻ നിയമം അനുവദിക്കുന്നില്ല. കേശവമേനോൻ പറഞ്ഞു, ഞങ്ങൾ 2 പേരും കൂടെ കടന്നു പോകുന്നുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് മാറ്റാം. അപ്പൊ ഈ പോലീസ് ഓഫീസർ പറയുന്നുണ്ട് വളരെ പൊളൈറ്റ് ആയിട്ട്, സാർ ഈ കാര്യങ്ങളൊക്കെ ഏതെങ്കിലും വിധത്തിൽ നിയമസഭയിൽ അവതരിപ്പിച്ച് അതിനൊരു പരിഹാരം തേടുകയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഇതൊന്നും ചെയ്യേണ്ടി വരികയില്ലായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് ചെയ്യാൻ? KP കേശവമേനോനും TK മാധവനും കൂടെ മറുപടി പറയുന്നുണ്ട്, ഞങ്ങൾ ഇത് പല പ്രാവശ്യം പറയുകയും പലതരത്തിലുള്ള നിവേദനങ്ങൾ കൊടുക്കുകയും പല പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്തതാണ്, പക്ഷെ അതുകൊണ്ട് ഒരു നിവൃത്തി കിട്ടാത്തതുകൊണ്ട്, ഇതല്ലാതെ ഒരു മറ്റു മാർഗം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ സമരരംഗത്ത് വന്നിരിക്കുന്നത് പറഞ്ഞു. ഉടനെ ഇൻസ്പെക്ടർ പറഞ്ഞു, നേതാക്കന്മാരായ നിങ്ങളെ 2 പേരെയും അറസ്റ്റ് ചെയ്യേണ്ടി വരുന്നതിൽ ഞാൻ ഖേദിക്കുന്നു, എന്റെ ഡ്യൂട്ടിയാണ്, അത് തന്നെ ചെയ്യാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അവരെ 2 പേരെ അറസ്റ്റ് ചെയ്തു. അവിടെ നിന്ന് വൈകുന്നേരം പോലീസ് വണ്ടിയിൽ കയറ്റി നേരെ തിരുവനന്തപുരത്തിന് കൊണ്ടുപോയി. തിരുവനന്തപുരത്ത് ഇവര് എത്തും എന്നുള്ള മെസ്സേജുകളൊക്കെ നേരത്തെ പോയിരുന്നു പോലീസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ അവിടെ ജയിൽ IG ഇവർക്ക് വേണ്ട ഭക്ഷണം ഒരുക്കി വെച്ചുകൊണ്ട് അവിടെ കാത്തിരിക്കുകയാണ്. രാത്രിയിലാണ് അവിടെ ചെന്നത്. സാധാരണ രാത്രി ചെല്ലുന്ന തടവുകാരെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ സെല്ലിൽ അടച്ചിട്ടിട്ട് പിറ്റേ ദിവസത്തെ കയറ്റുള്ളൂ. പകൽ സമയത്താണ് ജയിലിലേക്ക് അഡ്മിഷൻ. അതിനെല്ലാം വിരുദ്ധമായി ജയിൽ സൂപ്രണ്ട് പറഞ്ഞു, അവരുടെ നേതാക്കന്മാരാണ്, ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തികളാണ് എന്ന് പറഞ്ഞു. ഈ ജയിൽ IG ബംഗ്ലാവിൽ അവർക്ക് രാത്രിയിൽ ഭക്ഷണം കൊടുത്തു. അവിടെ വന്ന് ജയിലിലേക്ക് കൊണ്ടുപോയി. എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള രാഷ്ട്രീയ തടവുകാരായി പത്രം വായിക്കാൻ കൊടുക്കും. അതുപോലെ തന്നെ ലാൻഡ് ഫോൺ മെസ്സേജ്, ലാൻഡ് ഫോണുകളുള്ള മറ്റു സൗകര്യങ്ങളില്ല, അതുപോലുള്ള തപാൽ എഴുത്തുകുത്തുകൾ, അതിനുള്ള സൗകര്യം, അതിനുള്ള പേന, കടലാസ് എല്ലാം കൊടുക്കും. ആളുകളുമായിട്ട് സന്ദർശനം നടത്തുന്നതിനുള്ള അവസ്ഥ എല്ലാം കൊടുത്ത് A ക്ലാസ് തടവുകാരായി തന്നെ ആണ് ഇവരെ പാർപ്പിച്ചത്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ കോടതി ഇവരെ ശിക്ഷിച്ചിരുന്നത് 6 മാസത്തേനുള്ള ശിക്ഷയായിരുന്നു. 6 മാസം തികയുന്നതിന് മുമ്പ് തന്നെ, അതായത് 4 മാസവും 22 ദിവസവും കഴിഞ്ഞപ്പോൾ തന്നെ ഇവരെ മോചിപ്പിക്കുന്നു. ഇവരെ മാത്രമല്ല, അതുവരെ അറസ്റ്റ് ചെയ്ത് ഓരോ ദിവസവും, ഞാനത് ഇടയ്ക്ക് വിട്ടുപോയതാണ്, ഓരോ ദിവസവും ഇതുപോലെയാണ് 2-3 പേര് വീതമാണ് അറസ്റ്റ് ചെയ്തത്. അങ്ങനെ അതുവരെ, അതായത് 4 മാസം 22 ദിവസം വരെ അറസ്റ്റ് വരിച്ച മുഴുവൻ ആളുകളെ മോചിപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. വീണ്ടും സമരം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്ന, അങ്ങനെയാണ് 20 മാസം പിന്നിട്ടതെന്ന് ഞാൻ പറയുന്നത്. 2ാം ഘട്ടം ഈ സമരം എന്ന് പറയുന്നത് പോലീസും രാജഭരണവും അതിന്റെ ഒരു സമരത്തെ നേരിടുന്നതിന്റെ രീതി മാറ്റി. അവർ സമരത്തെ നേരിട്ടത് മർദ്ദന മുറകളിലൂടെയാണ്.
സമരത്തിൽ നിൽക്കുന്ന ആളുകളെ ഗുണ്ടകളെ വിട്ട്, സവർണ ഗുണ്ടകളെ വിട്ട് മർദ്ദിപ്പിക്കുക. ആ സവർണ ഗുണ്ടകളെ അയച്ച്, അതായത് നായർ സമുദായത്തിൽപ്പെട്ടതും ഈ നമ്പൂതിരി സമുദായത്തിൽപ്പെട്ടതും ഒക്കെ ആയിട്ടുള്ള ഗുണ്ടകളെ അയക്കുന്നതിലും അതിന് നേതൃത്വം കൊടുക്കുന്നതിലും ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ച ഒരു നമ്പൂതിരി ശ്രേഷ്ഠൻ വൈക്കത്തുണ്ടായിരുന്നു. നമ്മളൊക്കെ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പേര് വായിക്കുന്നുണ്ട്. ഇണ്ടംതുരുത്തുമനയിലെ നമ്പൂതിരി. ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ എന്താ പറയുന്ന ഒരു ദാക്ഷിണ്യ മനസ്സുണ്ടായിരുന്നെങ്കിൽ ഈ സമരത്തിൽ ബാക്കി ഇത്രയും ബലം പിടിക്കുന്ന രീതിയിലേക്ക് രാജാവ് പോലും വരുമായിരുന്നില്ല. അതിലൂടെ സഞ്ചരിക്കാനുള്ള അനുവാദം കിട്ടുകയും ചെയ്തിരുന്നേനെ. പക്ഷെ അദ്ദേഹം കടുംപിടുത്തക്കാരനായ യാഥാസ്ഥിതികനായിരുന്നു. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മഹാത്മാഗാന്ധി ഇവിടെ വൈക്കം സത്യാഗ്രഹം ആ സമര പരിപാടി സന്ദർശിക്കുമ്പോൾ, അവിടെ വൈക്കം സന്ദർശിക്കുമ്പോൾ ഇണ്ടംതുരുത്തുമനയിലെ നമ്പൂതിരിയുമായിട്ട് ചർച്ച നടത്താൻ തയ്യാറാണെന്ന് പറഞ്ഞു. ആ വിവരം നമ്പൂതിരി അറിഞ്ഞു. മഹാത്മാഗാന്ധി ജാതിയിൽ ഉയർന്ന ബ്രാഹ്മണൻ അല്ലാത്തത് കൊണ്ട് മഹാത്മാഗാന്ധിയെ വീടിനകത്ത് കയറ്റി ഇരുത്താൻ പോലും അയാൾ തയ്യാറായില്ല. മുറ്റത്തൊരു പന്തലിട്ട് അതിനകത്താണ് മഹാത്മാഗാന്ധി ഇരുത്തിയത്. മനയുടെ പൂമുഖത്ത് ഈ തിരുമേനിയും വന്നിരുന്ന് ഗാന്ധിജി മുറ്റത്ത് പന്തലിൽ ഇരുന്നുകൊണ്ട് അയാളോട് സംഭാഷണം നടത്തിയ അത്ര അഹങ്കാരമാണ് അദ്ദേഹം കാണിച്ചത്. ദൗർഭാഗ്യവശാൽ ഇന്ന് ആ ഇണ്ടംതുരുത്തുമന വൈക്കത്ത് പ്രവർത്തിക്കുന്ന CPIയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ചെത്തുതൊഴിലാളി യൂണിയന്റെ ഓഫീസായി മാറ്റപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആ മന നശിച്ചു പോവുകയും വിറ്റ് തുലയ്ക്കേണ്ട സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. അതെന്തോ ആവട്ടെ, ചരിത്രത്തിൽ അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ മർദ്ദന മുറകൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ പിടിച്ചു നിൽക്കാൻ വലിയ പാടായിരുന്നു. മർദ്ദന മുറകൾ എന്ന് പറഞ്ഞാൽ സമരഭടന്മാരുടെ കണ്ണിൽ ചുണ്ണാമ്പെഴുതുക, അവരെ ശാരീരികമായി പീഡിപ്പിക്കുക എന്ന് തുടങ്ങിയ എല്ലാം സ്വീകരിക്കാൻ തുടങ്ങി. അതിനെയൊക്കെ തൃണവൽഗണിച്ചുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ സമരത്തിൽ അറസ്റ്റ് വരിച്ചു. TK മാധവൻ അടക്കമുള്ള, അല്ലെങ്കിൽ ഉത്പ്രതിഷ്ഠകളായിട്ടുള്ള നേതാക്കന്മാരടക്കമുള്ളവർ ജയിലിൽ കിടന്നുവെന്ന് നമ്മൾ അറിയണം. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സ്വാതന്ത്ര്യങ്ങൾക്കൊക്കെ വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മളിന്ന് പാഠപുസ്തകങ്ങളിൽ വായിച്ചറിയുകയും നമ്മൾ പ്രഭാഷണങ്ങളിൽ കേട്ട് അറിയുകയും അല്ലെ ചരിത്ര പുസ്തകം വായിച്ചറിയുകയും ഒക്കെ ചെയ്യുമ്പോൾ വളരെ ലാഘബുദ്ധിയോടെയാണ് ഇതിനെയൊക്കെ സമീപിക്കുന്നത്. വാസ്തവത്തിൽ എനിക്ക് ഈ ക്ലാസ് എടുക്കുമ്പോൾ പറയാൻ കഴിയുന്നത്, നമ്മൾ ആ സമീപനം മാറ്റണം. എത്രയോ ത്യാഗോജ്വലമായി നമ്മുടെ പൂർവികന്മാർ, TK പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ആശാനെ പോലെയുള്ള ആളുകൾ, അല്ലെ സഹോദരനയ്യപ്പനെ പോലെയുള്ള ആളുകൾ നടത്തിയ ജീവൻ മരണ പോരാട്ടത്തിന്റെ നല്ല ഫലം അനുഭവിച്ച് സുഖമായി കഴിയുന്നവരാണ് നമ്മൾ. എന്നുവെച്ചാൽ നമുക്ക് ഏത് യോഗ്യതയ്ക്കനുസരിച്ചും ഉദ്യോഗത്തിൽ അപേക്ഷ കൊടുക്കാം, ടെസ്റ്റ് എഴുതാം, പാസ്സാകാൻ സ്ഥാനത്തിരിക്കാം, ഏതിലൂടെ സഞ്ചരിക്കാം, ഏത് വാഹനത്തിലും സഞ്ചരിക്കാം, ഏത് ക്ഷേത്രത്തിലും കയറാം, എവിടെയും പോകാം, യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളും പാടില്ല എന്ന് നിയമം വ്യവസ്ഥ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി. പക്ഷെ അന്ന് അതല്ലായിരുന്നു. അന്ന് ഉള്ള വ്യവസ്ഥയ്ക്കെതിരെ നിൽക്കുന്നവരെ അറസ്റ്റ് ചെയ്യാനും ജയിലിലടയ്ക്കാനും എന്ന് വേണ്ട എല്ലാത്തരം ശിക്ഷണ മുറകളും, അല്ലെങ്കിൽ ശിക്ഷാമുറകളും ഏർപ്പെടുത്തുന്നതിനുള്ള എല്ലാ അധികാരങ്ങളും രാജാവിനുണ്ട്. രാജാവിനാൽ നിയുക്തരായിരിക്കുന്ന കരപ്രമാണിമാർക്ക്, നമ്മളതറിയാണ് മാടമ്പികൾ എന്നൊക്കെ വിളിക്കുന്നുണ്ട്, കരപ്രമാണിമാരവിടെ ഓരോ പ്രദേശത്തും, അവർക്കുണ്ട് അതിനുള്ള അവകാശാധികാരങ്ങൾ. അവര് തല്ലിയാലും അവർ കൊന്നാലും പോലും കേസില്ല അന്നത്തെ കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ എത്രയോ ആളുകൾ ത്യാഗോജ്വലമായി നടത്തിയ സമരമാണ് പിന്നീട് വിജയിക്കുകയും ക്ഷേത്രപ്രവേശന വിളംബരമായി 36-ൽ അത് മാറുകയും ചെയ്തത് എന്ന് നമ്മളറിയാം. അല്ലാതെ ഏതെങ്കിലും ഒരു മഹാരാജാവിന്റെ ദാക്ഷിണ്യം കൊണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രേരണ കൊണ്ട് ക്ഷേത്രപ്രവേശനത്തിനുള്ള അനുമതി ഈ വിഭാഗത്തിന് കിട്ടിയതല്ല. അതിനോടൊപ്പം ഇപ്പുറത്ത് ക്ഷേത്രപ്രവേശനം കിട്ടുന്നതിന് മുമ്പ് ശ്രീനാരായണ ഗുരുദേവൻ ആവശ്യമുള്ള ദിക്കിലെല്ലാം അപച്ഛത അനുഭവിക്കുന്ന പിന്നോക്ക വിഭാഗങ്ങൾക്ക് ക്ഷേത്രങ്ങൾ ധാരാളമായി സ്ഥാപിച്ചു കൊടുത്തു. 32 ക്ഷേത്രങ്ങൾ ഗുരുദേവൻ നേരിട്ടും ഗുരുദേവന്റെ ശിഷ്യന്മാരെ കൊണ്ട് 10-15 ക്ഷേത്രങ്ങളും എല്ലാം സ്ഥാപിച്ചു കൊടുത്തപ്പോ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് ക്ഷേത്രങ്ങളിലല്ലേ രാജാവിന് പൈസ കിട്ടേണ്ട ക്ഷേത്രങ്ങളിൽ വരുമാനം കുറയുന്ന സാഹചര്യം ഉണ്ടായി. CV കുഞ്ഞിരാമനെ പോലുള്ള ആളുകൾ ലേഖനങ്ങൾ നിരന്തരം എഴുതി ഈഴവ സമുദായം കൂട്ടത്തോടെ മതപരിവർത്തനത്തിന് വിധേയരാകാൻ പോകുന്നു എന്നൊക്കെയുള്ള പേടിപ്പിക്കലുകൾ ഇങ്ങനെ നിരന്തരമായി നടത്തിയ പല സമരങ്ങളുടെയും ഫലമായിട്ടാണ് ഈ നേട്ടങ്ങളെല്ലാം നമുക്ക് കിട്ടിയത്. നമ്മളിപ്പം കസേരയിൽ ഇരിക്കുന്നതും നമ്മൾ വലിയ വലിയ ഉദ്യോഗങ്ങൾ കയറിയിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പലരും, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല, പലരും
ഇങ്ങനെയൊക്കെ നേടി എടുത്തതാണ് എനിക്ക് ഉൾപ്പെടെ കിട്ടിയിരിക്കുന്ന അവകാശങ്ങൾ അല്ലെങ്കിൽ അധികാരങ്ങൾ എന്ന് മറന്നു പോവുകയും തലമറന്ന് എണ്ണ തേക്കുകയും ഈ അവസരങ്ങൾ കിട്ടാത്ത നമ്മുടെ ഇടയിലുള്ള പാവങ്ങളെ തിരിഞ്ഞു നോക്കാതിരിക്കുകയും ചെയ്യുന്ന ഇത് നമ്മുടെ സമുദായത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമ്മളെ കഴിഞ്ഞ് താണു നിൽക്കുന്ന ആളുകളെ അവിടെ തന്നെ നിർത്താൻ വ്യഗ്രത കാണിക്കുന്ന പല ഉദ്യോഗ ദുഷ്പ്രഭുത്വവും കൊണ്ടു നടക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. ഒരുപാട് അനുഭവമുണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു എനിക്കത് പറയാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത് വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ചാണ്. അപ്പൊ അങ്ങനെ വൈക്കം സത്യാഗ്രഹം ഒരു വലിയ സമരമായി നടത്താൻ ടി.കെ. മാധവനാണ് മുൻകൈ എടുത്തത്. കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിലായിരുന്ന കാരണം അതിനകത്ത് മറ്റു പല നേതാക്കന്മാരുടെയും പേരുകൾ നമുക്കിന്ന് കാണാൻ കഴിയും. വൈക്കം സത്യാഗ്രഹം നയിച്ച ആളുകൾ എന്നുള്ള പേര്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിന് മുഴുവൻ പ്രേരണ, ഇതിന് വേണ്ടി മുഴുവൻ ഗ്രൗണ്ട് വർക്കും ചെയ്തത്, ത്യാഗം അനുഭവിച്ചത് ടി.കെ. മാധവൻ തന്നെയാണ്. ഞാൻ പറയില്ലേ, 2 സ്ഥലം, ആന്ധ്രാപ്രദേശിലെ കാക്കനഡയിലും ഇതുപോലെ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ, പ്രത്യേകിച്ച് ഈഴവ സമുദായം, മറ്റു പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട ആളുകൾ ടി.കെ. മാധവനെ സമീപിച്ചു തുടങ്ങി. എന്തിനാണെന്നറിയോ? അവർക്കൊക്കെ ഉള്ള ഇത്തരം ആവശ്യതകൾ പരിഹരിക്കാൻ ടി.കെ. മാധവൻ. ഇടയ്ക്കൊന്ന് പറയട്ടെ, ഈ കാലഘട്ടം 1924 കാലഘട്ടം, 25 കാലഘട്ടം ഒക്കെ ആയപ്പോൾ ടി.കെ. മാധവന്റെ ശാരീരികമായ അവസ്ഥ വളരെ പരിമിതമായി കൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ എന്താ പറയുന്ന അസുഖം വീണ്ടും വീണ്ടും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഗുരുദേവനോടൊപ്പം സഞ്ചരിക്കുമ്പോഴൊക്കെ ടി.കെ. മാധവന് നല്ല അസുഖം പലയിടത്തുണ്ട്. ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ ദിവസവും അത് ജയിലനുഭവം രേഖപ്പെടുത്തുന്നുണ്ട്. കെ.പി. കേശവമേനോൻ എഴുതിയതിനകത്തുണ്ട്. ജയിലിൽ ചെന്ന് ടി.കെ. മാധവൻ ആദ്യത്തെ 1-2 ദിവസം അദ്ദേഹത്തെ പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. കലശലായ ചുമയും മരുന്ന് കഴിച്ച് ഇരിക്കുമ്പോൾ പോലും ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലും ഒക്കെ ടി.കെ. മാധവൻ അവിടെ കഴിഞ്ഞുകൂടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അവിടുത്തെ പൊടിയും മറ്റു സാഹചര്യങ്ങളും ഒന്നുമായിട്ട് പൊരുത്തപ്പെടാവുന്ന ഒരു അവസ്ഥയായിരുന്നില്ല ശാരീരികമായി. രണ്ടാമതായിട്ട് ഇങ്ങനെ പലരും അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ടിരുന്നു. അതിലൊരു വിഭാഗം അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ പ്രത്യേകത അനുസരിച്ച് അവിടെ സമരത്തിന് ടി.കെ. മാധവൻ പോകുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കൊരു പക്ഷെ അറിയാമായിരിക്കും, നമുക്ക് കോട്ടയം ജില്ലയിൽ തന്നെയുള്ള, ഈ വൈക്കം കോട്ടയം ജില്ലയിൽ തന്നെയാണ്, തിരുവാർപ്പ് സമരം കേട്ടിട്ടുണ്ടോ? തിരുവാർപ്പിൽ ഇതുപോലൊരു സമരം നടന്നു. അതുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കിപ്പോ. വൈക്കം സത്യാഗ്രഹം പോലെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സമരമാണ് തിരുവാർപ്പിൽ നടന്നത്. കാരണം തിരുവാർപ്പിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഭയങ്കര പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വെളുപ്പിനെ 2 മണിക്ക് പള്ളി ഉണർത്തി പൂജ തുടങ്ങുന്ന ഒരു ക്ഷേത്രം എനിക്ക് തോന്നുന്നു ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ തിരുവാർപ്പമ്പലം അല്ലാതെ വേറെ ഉണ്ടെന്ന് തോന്നുന്നു. ആ തിരുവാർപ്പമ്പലത്തിൽ നാടാണ് ജയലക്ഷ്മിയുടെ നാടാ. പിന്നെ ഞാൻ ശരിക്കും പറയണ്ട, ജയലക്ഷ്മി അത് എല്ലാം അനുഭവിച്ചറിഞ്ഞിരിക്കുന്ന, കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തി കൂടിയാണ്. അപ്പം ഈ തിരുവാർപ്പ് ക്ഷേത്ര സമീപത്തു കൂടിയുള്ള റോഡിലൂടെ അവർണ ഹിന്ദുക്കൾക്ക് എന്ന് പറഞ്ഞ ആളുകളും ചേർന്ന്, അതായത് കുട്ടൻ നായർ എന്ന ഒരു പ്രധാന പ്രവർത്തകന്റെ പേര്, ഈ കുട്ടൻ നായരും ഒക്കെ ചേർന്ന് തിരുവാർപ്പും പരിസര പ്രദേശവും ഒക്കെ ചുറ്റി സഞ്ചരിച്ച് അടുത്ത സ്ഥിതിവിവര കണക്കുകളെല്ലാം ശേഖരിച്ചു. എന്നിട്ട് നിവേദനങ്ങൾ കൊടുത്തു. ക്ഷേത്രാധികാരികൾക്കും മഹാരാജാവിനും ഒക്കെ നിവേദനം കൊടുത്തു. ഇത്തരം പ്രവർത്തനങ്ങൾ 1 വർഷത്തോളം നീണ്ടുപോയി. അവിടെ ആ 1 വർഷം കൊണ്ട് ടി.കെ. മാധവൻ ആളുകളുടെ മുഴുവൻ മനസ്സ് കീഴടക്കി. അപ്പൊ പ്രത്യക്ഷ സമരത്തിന് വരാൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. പല കൂടിയാലോചനകളും നടന്നു. അപ്പം ഭരണാധികാരികളും രാജാവിനെ പ്രതിനിധീകരിക്കുന്ന ജില്ലാ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ മുന്നോട്ട് വെച്ച ഡിമാൻഡ്, തൽക്കാലം ക്ഷേത്രപ്രവേശനം ഇല്ലാത്തതുകൊണ്ട് ക്ഷേത്ര റോഡ് പിന്നോക്ക വിഭാഗക്കാരായ ആളുകൾ പോകണ്ട. അപ്പം ടി.കെ. മാധവൻ പറഞ്ഞ്, പിന്നോക്ക വിഭാഗക്കാർ മാത്രമല്ല അതിലെ പോകാതിരിക്കുന്നത്,
അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനിക്കും മുസൽമാനും അതിലേ പോകാൻ നിവൃത്തിയില്ല, അതും തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ കൂട്ടർക്കെല്ലാം പോകാൻ പറ്റുന്ന തരത്തിൽ വേറൊരു റോഡ് വെട്ടാം, ക്ഷേത്ര റോഡ് ഞങ്ങൾ അടച്ചു കെട്ടി ഗേറ്റ് വെക്കാം. ഈ തരത്തിലൊരു കോംപ്രമൈസ് ഉണ്ടായി. അതിനകത്ത് വേറെ രസം, ടി കെ മാധവൻ ഈ സമരമായിട്ട് വരുന്നത് വരെ റോഡ് പോകുന്നതിന് തടസ്സമില്ലായിരുന്നു, കാരണം അത് അവരുടെ ശ്രദ്ധയിൽ വന്നില്ല. ടി കെ മാധവൻ ഇത് പോയിന്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് രാജഭരണത്തിന്റെയും അവിടുത്തെ നമ്പൂതിരി കുടുംബങ്ങളുടെയും ഒക്കെ ശ്രദ്ധയിൽ ഇത് വരികയും ഇവരുടെ സഞ്ചാരം കൂടി അവരങ്ങ് അപ്പുറത്തി ഗവർണർക്ക് മാത്രം സഞ്ചാര സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് എന്നുള്ള ഒരു കോംപ്രമൈസിലെ ഒരു തരത്തിൽ ആളുകൾ അംഗീകരിക്കുന്ന സ്ഥിതി വന്നു. പക്ഷെ ഇവർ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, അപ്പുറത്ത് റോഡ് ആകെ പ്രശ്നമായി. രോക്ഷാകുലരായ ജനം പറഞ്ഞു, ഒരു കാരണവശാലും ടി കെ മാധവൻ മർദ്ദനമേറ്റിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോകുന്ന പ്രശ്നമേ ഇല്ല, ഇതെല്ലാം തല്ലി തകർക്കുന്നായി. പിടിവിട്ടു പോകുന്ന ഒരു സ്ഥിതി വന്നപ്പോൾ ടി കെ മാധവൻ അവിടെ എടുത്ത ഒരു സമീപനമാണ് യഥാർത്ഥത്തിൽ അവിടെ സമാധാനത്തിന് കാരണം. ടി കെ മാധവൻ എന്ത് ചെയ്തെന്നറിയോ? ആ നടു റോഡിൽ, അതായത് ഒരു പക്ഷത്ത് അല്ലെങ്കിൽ ഒരു ഭാഗത്ത്, റോഡിന്റെ ഒരു ഭാഗത്ത് ഈ പറഞ്ഞ സമരക്കാര് ആയിരക്കണക്കിന് ആളുകൾ, മറുവശത്ത് അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ, സ്വാമിയാർ മഠത്തിന്റെ പിന്തുണയ്ക്ക് വേണ്ടിയുള്ള ആളുകൾ, ക്ഷേത്രത്തിന്റെ പിന്തുണയ്ക്ക് വേണ്ടിയുള്ള ആളുകൾ, ക്ഷേത്രമതിലിനകത്തും ക്ഷേത്ര പരിസരത്തും, അങ്ങനെ രണ്ടു കൂട്ടരും മുഖത്തോട് മുഖം ഏറ്റുമുട്ടാൻ തയ്യാറായി നിൽക്കുന്നിടത്ത് ആ നടു റോഡിൽ ടി കെ മാധവൻ കിടന്നു. നടു റോഡിൽ കിടന്നുകൊണ്ട് ടി കെ മാധവൻ പറഞ്ഞു, ഇനി ഒരടി മുന്നോട്ട് ഇരു കൂട്ടരും വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മൃതശരീരത്തിൽ ചവിട്ടിക്കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് സാധിക്കുള്ളൂ, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞ് കർക്കശമായി അവിടെ നടന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കമുള്ളവർ ചെന്നിട്ടും സമീപിച്ചിട്ടും അത് തയ്യാറായില്ല. എല്ലാവരും ചേർന്ന് സമരത്തിന് മുൻപന്തിയിൽ നിന്നിരിക്കുന്ന ആളുകൾ, ഈ കുട്ടൻ നായരടക്കം, തലയുടെ മുറിവ് പറ്റി അദ്ദേഹത്തിന് വെച്ച് കെട്ടിയൊക്കെ വെച്ചിരിക്കുന്ന കുട്ടൻ നായരടക്കം ചെന്ന് ടി കെ മാധവനോട് പറഞ്ഞു, ഞങ്ങൾ പിന്മാറി ഞങ്ങളുടെ വീടുകളിലേക്ക് പോകാൻ തയ്യാറാണ്, അങ്ങ് ഇതിൽ നിന്ന് പിന്തിരിയണം എന്ന് പറഞ്ഞു. അപ്പം മറുവശത്തുള്ള ആളുകളും പറഞ്ഞു, ടി കെ മാധവൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പം അവരും ഞങ്ങളും പിന്മാറാൻ തൽക്കാലം തയ്യാറാണ്. പോലീസ് ഓഫീസർമാർ ഇവർ രണ്ടു കൂട്ടരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഓടി നടന്ന് ചർച്ച നടത്തി. കളക്ടർ വന്നു, മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ വന്നു. ഇവരൊക്കെ ചർച്ച നടത്തിയിട്ട് സമരം തൽക്കാലം ഇന്ന് നടത്തുന്നില്ല, സമരക്കാരെ നേരിടുന്ന പ്രശ്നം ഞങ്ങൾക്കും ഇല്ല എന്ന് പറഞ്ഞ് രണ്ടു കൂട്ടരെയും രഞ്ജിപ്പിലാക്കിക്കൊണ്ട് ടി കെ മാധവൻ അത് അവസാനിപ്പിച്ചു.
പിന്നീട് അവിടെ നടന്ന പല ചർച്ചകളുടെയും ഫലമായിട്ട് അപ്പുറത്ത് റോഡ് വെട്ടുകയും ഇപ്പുറത്തത് ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടാകുന്നത് വരെ സംരക്ഷിത മേഖലയായി പരിപാലിക്കുകയും ചെയ്ത ഒരു ചരിത്രമാണ് തിരുവാർപ്പ് സമരത്തിനുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ തിരുവാർപ്പ് സമരത്തിൽ കൂടി ഒരുപക്ഷെ നമ്മുടെ പലപ്പോഴും സാധാരണ ആളുകൾ അത് മനസ്സിലാക്കാതെ പോകുന്ന ഒരു ചരിത്രമാണ് ടി കെ മാധവന്റെ ത്യാഗോജ്വലമായ സേവനമാണ്. ഗുരുദേവനെ മനസ്സിൽ ഈശ്വരതുല്യനായി കണ്ടുകൊണ്ട് ഗുരുദേവ ദർശനം പുലരുന്നതിന് വേണ്ടി, ഗുരുവിന്റെ ആദർശങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അതിനാവശ്യമായ സർവ്വ സമരവും ചെയ്യാൻ, ത്യാഗോജ്വലമായ സമരങ്ങൾ ചെയ്യാൻ തയ്യാറായ ആളാണ് ടി കെ മാധവൻ. അത് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ടി കെ മാധവനോട് ഗുരുദേവൻ കാണിച്ചിരുന്ന സ്നേഹവാത്സല്യങ്ങൾ അതിരറ്റതായിരുന്നു. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം. 852 ടി കെ മാധവൻ ഈ കാസരോഗം ഉണ്ടായിരുന്നുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ചികിത്സ, ആ ചികിത്സയുടെ ഭാഗമായി നോൺ വെജിറ്റേറിയൻ ഫുഡ് ഈ ടി കെ മാധവൻ കഴിക്കണം. നമുക്കറിയാം, ഗുരുവിനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ ആശ്രമോചിതമായ ഭക്ഷണമാണ് കിട്ടുക. ഈ ആശ്രമോചിതമായ ഭക്ഷണം ഒരിക്കലും ടി കെ മാധവന് പറ്റില്ല. അപ്പൊ ഗുരുദേവൻ എന്ത് ചെയ്യുമെന്നറിയോ? ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആലുവ അദ്വൈതാശ്രമത്തിലാണെങ്കിൽ ഉച്ചഭക്ഷണം കഴിക്കാൻ നേരത്ത് ഗുരുദേവൻ മറ്റ് അവിടുത്തെ ഭാരവാഹികളിൽ ആരെങ്കിലും വിളിച്ചിട്ട് പറയും, മാധവന് പൈസ കൊടുക്ക്. ആളുകൾ ചോദിക്കും എന്തിനാണ്? മാധവൻ വെളിയിൽ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കട്ടെ. കാരുണ്യമൂർത്തിയുടെ ഇടപെടൽ നമ്മൾ നമിച്ചു പോകും ഗുരുദേവനെ അറിയാതെ. കാരണം ടി കെ മാധവന് നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കണം, ആശ്രമ ഭക്ഷണം കഴിച്ചാൽ അദ്ദേഹത്തിന്റെ രോഗം കൂടും, ചികിത്സയുടെ ഭാഗമായിട്ട് അങ്ങനെ ഒരു നിർദ്ദേശമുണ്ട്, അതുകൊണ്ട് അങ്ങനെ ചെയ്തോട്ടെ എന്ന് കാരുണ്യപൂർവ്വം ടി കെ മാധവന് അനുവാദം കൊടുക്കുന്ന വിശാലതയുടെ ആൾരൂപമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ അന്ന് പറയേണ്ടതായിരുന്നു. അങ്ങനെ ചെയ്യുമോ ആരെങ്കിലും എന്ന് ചിലപ്പോൾ അങ്ങനെ തോന്നിപ്പോ. കാരണം ഇത്തരം ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധാലുകൂടിയായിരുന്നു ഗുരുദേവൻ. അതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ മാധവൻ പോവോ കഴിക്കാതിരിക്കുവോ നമുക്കെന്താ എന്നുള്ള രൂപത്തിലല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്ന പലരിൽ നിന്നും. പക്ഷെ മാധവന് പൈസ കൊടുത്തു വിടുക, മാധവൻ വെളിയിൽ പോയി കഴിക്കട്ടെ എന്ന് പറയാം. അങ്ങനെ ഒരു കാരുണ്യം കൂടി ടി കെ മാധവനോട് ശ്രീനാരായണ ഗുരുദേവൻ കാണിച്ചതായി നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. ഇനിയുള്ള ഭാഗം എന്ന് പറയുന്നത് ടി കെ മാധവൻ നടത്തിയ സംഘടനാ പ്രവർത്തനങ്ങളാണ്. ടി കെ മാധവൻ സംഘടനാ പ്രവർത്തനം നടത്തിയെന്ന് പറയുന്നത് SNDP യോഗം, അരിവിപ്പുറം SNDP യോഗം എന്ന നിലയിൽ മാത്രം ചുരുങ്ങി നിന്ന കാലത്ത് ടി കെ മാധവൻ ആദ്യമായി SNDP യോഗത്തിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായി കഴിഞ്ഞപ്പോൾ ഒരു ചുമതലയേറ്റു. ആ ചുമതല എന്ന് പറയുന്നത് പബ്ലിക് സർവീസ് ബ്യൂറോയുടെ ചുമതലയാണ്. പബ്ലിക് സർവീസ് ബ്യൂറോ എന്ന് പറയുന്ന 1101, കൊല്ലവർഷം 1101 1925 ഉദ്യോഗം എവിടെയൊക്കെ പിന്നോക്ക വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് അന്വേഷിച്ചറിയുകയും അതിലൊക്കെ അപേക്ഷ വരെ കൊണ്ട് കൊടുപ്പിക്കുകയും അത് കിട്ടാതെ വന്നാൽ നിവേദനങ്ങളും പത്രത്തിലെ ലേഖനങ്ങളും ഒക്കെ ആയിട്ട് അതിലേക്ക് രാജാവിന്റെ ശ്രദ്ധ അല്ലെങ്കിൽ അധികാരികളുടെ ശ്രദ്ധ കൊണ്ടുവന്ന് അവർക്ക് ഉദ്യോഗം കിട്ടുന്നതിന് ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ എല്ലാ ചുമതലകളും അതിന്റെ നേതൃത്വവും അതായിരുന്നു പബ്ലിക് സർവീസ് ബ്യൂറോയിൽ സെക്രട്ടറി എന്ന നിലയിൽ ടി കെ മാധവൻ ചെയ്യേണ്ടി വന്നത്. ഇതിന്റെ ഭാഗമായിട്ട് അന്ന് ടി കെ മാധവൻ രാജധാനിയിലെത്തി അന്നത്തെ ധനകാര്യ സെക്രട്ടറി ആയിരുന്ന രാമ സുബ്ബയ്യരെ കണ്ടിട്ട് ഈ വിവരങ്ങളൊക്കെ പറയുന്നു. ഇങ്ങനെ പറയുമ്പോൾ ടി കെ മാധവൻ ആരാണ് എന്ന് ചോദിക്കും. ഞാൻ ഈഴവ സമുദായത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറഞ്ഞു. ഈഴവ സമുദായം ഈ രാജ്യത്ത് എത്ര ഉണ്ട്? ടി കെ മാധവൻ പറഞ്ഞു 7 ലക്ഷം വരും. അപ്പൊ നിങ്ങൾ ഏത് സംഘടനയാണ് ഈ സമുദായത്തെ നയിക്കുന്നത്? SNDP യോഗം എന്ന സംഘടനയാണ്. രാമസുബ്ബയ്യർ ചോദിച്ചപ്പോൾ ഈ ടി കെ മാധവൻ പറഞ്ഞു, ഓഹോ, SNDP യോഗമാണ്. ഈ SNDP യോഗത്തിൽ എത്ര അംഗങ്ങളുണ്ട്? പെട്ടെന്ന് രാമസുബ്ബയ്യന്റെ ഒരു ചോദ്യമാണ്. അയ്യപ്പന് മറുപടി പറയാതിരിക്കാൻ പറ്റില്ല. അയ്യപ്പൻ പറഞ്ഞു 4200 അംഗങ്ങൾ. ഈ രാമയ്യ എന്ത് ചെയ്തു? ചിരിച്ച് പരിഹസിച്ചുകൊണ്ട് മാധവനോട് ചോദിച്ചു, 4 ലക്ഷം വരുന്ന ഈഴവരെ പ്രതിനിധീകരിക്കാൻ താങ്കൾക്ക് എങ്ങനെ സാധിക്കും? ടി കെ മാധവൻ ചോദിച്ചാൽ എന്താ 4200 അംഗങ്ങൾ എന്ന് പറയുന്ന ഈഴവ സമുദായത്തിന്റെ പ്രാതിനിധ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ആർക്കാണ് അംഗീകരിക്കാൻ കഴിയുക എന്ന് ചോദിച്ചു. വലിയ ക്ഷീണമായിപ്പോയി, വലിയ ജാള്യതയായിപ്പോയി, വലിയ മനോവിഷമായിപ്പോയി ടി കെ മാധവന്. അന്ന് ടി കെ മാധവൻ അവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു കാര്യം തീരുമാനിച്ചുകൊണ്ടാണ് SNDP യോഗത്തെ വളർത്തി ശാഖോപശാഖകളാക്കി ലക്ഷക്കണക്കിന് അംഗങ്ങളുള്ള ഒരു പ്രസ്ഥാനമാക്കി മാറ്റി. അതിനുവേണ്ടി ടി കെ മാധവനോട് വരുന്നു. SNDP യോഗത്തിന്റെ നേതൃത്വത്തെ അന്ന് കുമാരനാശാന് ശേഷം രണ്ടാമത്തെ യോഗം ജനറൽ സെക്രട്ടറി
അദ്ദേഹവും കുമാരൻ തന്നെയായിരുന്നു, എം കുമാരൻ തന്നെയായിരുന്നു. അദ്ദേഹം ജില്ലാ ജഡ്ജി ആയിട്ടാണ് ജനറൽ സെക്രട്ടറി സ്ഥാനം ഉപേക്ഷിക്കുന്നത്. നമുക്കറിയാം, ചരിത്രം ഞാനത് പഠിപ്പിച്ചതാണ്. ആ ജനറൽ സെക്രട്ടറിയുമായിട്ട് ആലോചിച്ചു. ജനറൽ സെക്രട്ടറിയും ടി കെ മാധവനും ചേർന്ന് വളരെ നന്ദി സാർ. സമരനായകൻ എന്നറിയപ്പെടുന്ന മഹാഗുരുവിന്റെ ഗൃഹസ്ഥ ശിഷ്യൻ ടി കെ മാധവനെ കുറിച്ചാണ് ഇത്രയും സമയം നാം ശ്രമിച്ചത്. മികച്ച സംഘാടകനും വാഗ്മിയും ശ്രീനാരായണ ധർമ്മപ്രചാരകനുമായിരുന്നു ടി കെ മാധവൻ. അയിത്താചാരണത്തിന് പേരുകേട്ട വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന സംഘാടകനായിരുന്ന ടി കെ മാധവൻ സത്യാഗ്രഹത്തിന്റെ ശ്രദ്ധയെ ദേശീയ നേതാക്കളിലേക്ക് എത്തിക്കുകയും അതിനെ വിജയത്തിലേക്ക് എത്തിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു. സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച് കഠിനമായ യാതനകൾ സഹിച്ചാണ് വൈക്കം സത്യാഗ്രഹത്തെ അദ്ദേഹം അഭിമുഖീകരിച്ചത്. കാരുണ്യമൂർത്തിയായ ഗുരുവിന്റെ കാരുണ്യം ഏറ്റവും കൂടുതൽ ലഭിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു ടി കെ മാധവൻ. ഇങ്ങനെ വളരെ മനോഹരമായി വ്യക്തമായി ടി കെ മാധവനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത് ശ്രീ വി എം ശശി സാറാണ്. ശ്രീ വി എം ശശി സാറിനെ കോട്ടയം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെയും ഈ ക്ലാസ് ശ്രമിച്ചുകൊണ്ടിരുന്ന ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി അർപ്പിക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ പര്യവസാനിക്കുകയാണ്. അടുത്തതായി സമർപ്പണ പ്രാർത്ഥനയാണ്. സമർപ്പണ പ്രാർത്ഥന. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത് ശ്രീനാരായണ. നമസ്തേ.
ഇനി ഗുരുവാര പാഠശാലയുടെ അടുത്ത ക്ലാസ് അടുത്ത വ്യാഴാഴ്ച വൈകിട്ട് 8 മണി മുതൽ 9 മണി വരെ. ഏവർക്കും ഒരിക്കൽ കൂടി നമസ്തേ.